മനസ്സിൽ നന്മയുള്ള ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന അത്രമേൽ ക്രൂരമായ ചില കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് സൊറായ എമ്മിന്റെ കഥ. ദ സ്റ്റോണിംഗ് ഓഫ് സൊറായ എം എന്ന പേർഷ്യൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. വീഡിയോ ഹൈപ്പ് ചെയ്യൂ. നമുക്ക് നേരെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് കടക്കാം. ഇറാനിയൻ ഗ്രാമമായ കുപ്പായയിലാണ് കഥ ആരംഭിക്കുന്നത്. അന്ന് പുലർച്ചെ സഹറ എന്ന പേരുള്ള ഒരു സ്ത്രീ പർദ്ദ ധരിച്ച് ഗ്രാമത്തിന്റെ വെളിപ്രദേശത്തേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. അതേസമയം അതേ ഗ്രാമത്തിലേക്ക് കാറിൽ ഒരു ജേർണലിസ്റ്റ് സഞ്ചരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സഹറ നടന്ന് ഒടുവിൽ അവിടുത്തെ നദിക്കരയിലേക്ക് എത്തിച്ചേർന്നു. കുറച്ച് പട്ടികൾ നദിക്കരയിൽ എന്തോ ഒന്ന് കടിച്ചു പറിക്കുന്നുണ്ട്. സഹറ കല്ലറൻ ആ നായകളെ ഓടിച്ചു. അവളങ്ങോട്ടേക്ക് എത്തിച്ചെന്ന് നോക്കി. എല്ലും കഷ്ണങ്ങൾ മാത്രം അവിടെ കിടക്കുന്നു. അതുകണ്ട് അവൾ വല്ലാതെ വിങ്ങിപ്പൊട്ടി. ആ എല്ലും കഷ്ണങ്ങൾ വാരിയെടുത്ത് അവൾ ആ നദിയിൽ കഴുകി. പിന്നാലെ അവിടെ കുഴിച്ചിട്ടു. മറുവശത്ത് യാത്ര ചെയ്തു വന്നിരുന്ന ജേർണലിസ്റ്റ് ആകട്ടെ തന്റെ കാർ ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് വഴിയിൽ കുടുങ്ങി. ഒരു സഹായത്തിനായി മറ്റൊരു വാഹനം വരാൻ അദ്ദേഹം നോക്കി നിൽക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴിയിൽ ഒരു ബസ് വന്നു. ആ ബസ്സുകാരനോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു. ബസ്സുകാരൻ വണ്ടി കെട്ടിവലിച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ബസ്സിൽ കാർ കെട്ടിവലിച്ച് ഗ്രാമത്തിലേക്ക് പോവാൻ തുടങ്ങി. നദിക്കരയിൽ നിന്നിരുന്ന സഹറയും ഈ കാഴ്ച നോക്കിക്കണ്ടിരുന്നു. ഗ്രാമത്തിലെ മെക്കാനിക് ഷോപ്പിന്റെ മുമ്പിലേക്ക് ആ ബസ്സുകാരൻ കാർ കൊണ്ടെത്തിച്ചു കൊടുത്തു. ജേർണലിസ്റ്റ് ആ മെക്കാനിക് ഷോപ്പിലെ ഉടമയോട് കാർ കംപ്ലൈന്റ് ആയെന്നും ഒന്ന് വേഗം ഇത് ശരിയാക്കി തരണം എന്നും റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ തനിക്ക് പണിത്തിരക്കുണ്ടെന്നും നാളത്തേക്ക് ശരിയാക്കാം എന്നുമായിരുന്നു ആ മെക്കാനിക് പറഞ്ഞത്. തനിക്കധികം സമയമില്ലാത്തതുകൊണ്ട് ജേർണലിസ്റ്റ് കുറച്ചധികം പണമെടുത്ത് ആ മെക്കാനിക്കിന് കൊടുത്തു. ഇതൊന്നു വേഗം ശരിയാക്കി തരൂ എന്ന് പറഞ്ഞു. പണം കൂടുതൽ കിട്ടിയതോടെ ഞാൻ നോക്കട്ടെ എന്ന മട്ടിൽ മെക്കാനിക്കും അതിന് സമ്മതിക്കുകയാണ്. അതോടെ അവിടെ എവിടെയാണ് ഒരു കോഫി ഷോപ്പ് ഉള്ളത് എന്നായി ജേർണലിസ്റ്റിന്റെ ചോദ്യം. ദൂരേക്ക് കൈ ചൂണ്ടി അവിടെയൊന്നുണ്ടെന്ന് മെക്കാനിക് പറഞ്ഞു. ഈ സമയം അങ്ങോട്ടേക്ക് സഹറ നടന്നെത്തിയിരുന്നു. ജേർണലിസ്റ്റിന്റെ പക്കലുള്ള ടേപ്പ് റെക്കോർഡറും മറ്റും കണ്ടതും അയാൾ ഒരു പത്രക്കാരനാണോ പുറം ഗ്രാമത്തിലുള്ള വ്യക്തിയാണല്ലോ എന്ന മട്ടിൽ സഹറ സംശയിച്ചു. ജേർണലിസ്റ്റ് അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങിയപ്പോ സഹറ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന മട്ടിൽ ചോദിച്ചു. തനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തനിക്ക് അദ്ദേഹത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഗ്രാമത്തെ പറ്റിയും മറ്റും പറയാനുണ്ടെന്നും അദ്ദേഹം അത് കേൾക്കണമെന്നും സഹറ ആവശ്യപ്പെട്ടു. സഹറയുടെ ഭാവവും ആ പറച്ചിലുമൊക്കെ ജേർണലിസ്റ്റിന്റെ ഉള്ളിലും വല്ലാത്തൊരു സംശയം ഉടലെടുപ്പിച്ചിരുന്നു. ഈ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ആ ഗ്രാമത്തിലെ മേയറും അവിടുത്തെ മുല്ലയും നടന്നു വരുന്നത്. ഗ്രാമത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയോട് സഹറ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതും അവരിലൊരു പരിഭ്രാന്തി പ്രകടമായിരുന്നു. അവര് വേഗം ആ ജേർണലിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. അവരെ കണ്ടതും സഹറ അവിടുന്ന് മാറി. അങ്ങോട്ടേക്കെത്തിയ മുല്ലയും മേയറും റിപ്പോർട്ടറോട് സംസാരിച്ചു. തങ്ങളെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അദ്ദേഹം ആരാണെന്ന് തിരക്കി. ജേർണലിസ്റ്റ് താനൊരു റിപ്പോർട്ടറാണെന്ന് പറയുകയും യാത്രാമധ്യേ കാർ കേടായതുകൊണ്ട് ഇവിടെ വന്ന് പെട്ടതാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ സമയം സഹറ അങ്ങോട്ടേക്ക് വന്ന് റിപ്പോർട്ടറോട് സംസാരിക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സഹറയെ ഒരു ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടറുമായി സംസാരിക്കാൻ അനുവദിക്കാതെ പറഞ്ഞുവിടുകയായിരുന്നു അവർ ചെയ്തത്. അവര് പിന്നാലെ റിപ്പോർട്ടറെ ചായ കുടിക്കാൻ തങ്ങളുടെ ഇടത്തേക്ക് ക്ഷണിച്ചു. പക്ഷേ റിപ്പോർട്ടർ അത് നിരസിച്ചു. സഹറ റിപ്പോർട്ടറോട് വല്ലതും പറയുമോ എന്നുള്ള ഭയമൊക്കെ അവരിൽ പ്രകടമായിരുന്നു. പിന്നാലെ അവിടെ നിന്ന് റിപ്പോർട്ടർ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് മുല്ലയും മേയറും അവിടെ നിന്ന് മാറിയപ്പോ സഹറ അതേ വഴിയിൽ പോയി. കോഫി ഷോപ്പിന്റെ പിൻവശത്തെത്തി ഒരു പേപ്പർ ചുരുട്ടി അത് മുകളിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന റിപ്പോർട്ടറിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. ആ ജേർണലിസ്റ്റ് തിരിഞ്ഞു നോക്കി. താഴെ സഹറ നിൽക്കുന്നു. സഹറ അത് തുറന്നു വായിക്കൂ എന്ന് ആംഗ്യം കാട്ടി. പിന്നാലെ അവിടുന്ന് പോവുകയും ചെയ്തു. ജേർണലിസ്റ്റ് അതെടുത്ത് തുറന്നു നോക്കി. അതിൽ സഹറയുടെ വീട്ടിലേക്കുള്ള മാപ്പ് വരച്ചിരുന്നു. ഒരു കാര്യവുമില്ലാതെ ഒരു സ്ത്രീ തന്നെ ഫോളോ ചെയ്ത് തന്നോട് സംസാരിക്കാൻ ഇത്രയും ശ്രമിക്കില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിറങ്ങിയ അദ്ദേഹം സഹറയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ സഹറയും മറ്റു 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ മക്കളാണോ? അയാൾ സഹറയോട് ചോദിച്ചു. അല്ലെന്നും ഇതെന്റെ ബന്ധുവിന്റെ മക്കളാണെന്നും സഹറ മറുപടി പറഞ്ഞു. പിന്നാലെ നിങ്ങളെന്തിനാ എന്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എനിക്ക് പോയിട്ട് തിരക്കുണ്ട് എന്ന മട്ടിൽ റിപ്പോർട്ടർ തിരക്ക് കൂട്ടാൻ തുടങ്ങി. അയാൾക്ക് അവിടെ നിൽക്കാനും താൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും ക്ഷമയില്ല എന്ന മട്ടിൽ സഹറ ചിന്തിച്ചു. പക്ഷേ സഹറ ക്ഷമയോടെ അദ്ദേഹത്തോട് സംസാരിച്ചു.
നിങ്ങളുടെ പക്കൽ എപ്പോഴും ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാവില്ലേ? ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ സംഭവം. കഴിയുമെങ്കിൽ നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്തെടുക്കാം. അതെല്ലാം പുറം ലോകം അറിയേണ്ടതുണ്ട്. ആ ജേർണലിസ്റ്റിന് സഹറയുടെ ഈ പറച്ചിലിൽ അത്ര ഒരു രസമൊന്നും തോന്നിയിരുന്നില്ല. എന്നിരുന്നാലും അയാൾ തന്റെ ടേപ്പ് റെക്കോർഡർ ഓണാക്കി സഹറ പറയുന്നത് റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ സഹറ പറഞ്ഞു തുടങ്ങി, എന്റെ പേര് സഹറ എന്നാണ്. എന്റെ സഹോദരന് ഒരു മകളുണ്ട്. സൊറയ എന്നാണ് അവളുടെ പേര്. സൊറയയുടെ മക്കളാണ് നിങ്ങളിപ്പോൾ കണ്ട ആ 2 പെൺകുട്ടികൾ. അവൾക്ക് മൊത്തം 4 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും പിന്നെ ഈ പെൺകുട്ടികളും. സൊറയയുടെ ഭർത്താവിന്റെ പേര് അലി എന്നായിരുന്നു. അലി അവിടുത്തെ ജയിലറാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അലി അവിടുത്തെ മതപണ്ഡിതനെ അഥവാ മുല്ലയെ ചെന്ന് കണ്ടു. മുല്ലയോട് പറഞ്ഞു, എന്റെ ഭാര്യ സൊറയ്യ എന്നെ അനുസരിക്കുന്നില്ല, എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ല, എനിക്ക് അവളുമായി വിവാഹമോചനം ചെയ്യണം. നിങ്ങൾ അതിനുവേണ്ടി അവളോട് സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അവൾ അത് അംഗീകരിക്കും. പക്ഷേ അലിയുടെ സ്വഭാവം കൃത്യമായി ആ മുല്ലയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താനത് സൊറയ്യയോട് പോയി പറയില്ല എന്ന് മുല്ല പറഞ്ഞു. അലിയുടൻ മുല്ലയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ മുമ്പ് എന്റെ കീഴിൽ ജയിലിൽ കിടന്ന കാര്യമൊന്നും ഇവിടെ മറ്റാർക്കും അറിയില്ല. ഞാനത് ഇവിടെ പറഞ്ഞു പരത്തണോ? ആ ഭീഷണിയിൽ മുല്ല വിരണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സൊറയ്യയോട് സംസാരിക്കാൻ വേണ്ടി മുല്ല അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലുള്ള ജനങ്ങൾ വലിയ ബഹുമാനത്തോടെ മുല്ലയെ വണങ്ങുന്നു മറ്റുമുണ്ട്. മുല്ല വീട്ടിലേക്ക് എത്താൻ നേരം സൊറയ്യ തന്റെ ആന്റി സഹറയോടും മറ്റ് 2 പേരോടും യാത്ര പറഞ്ഞയക്കുകയായിരുന്നു. മുല്ല അങ്ങോട്ടേക്ക് വരുന്നത് സഹറ കണ്ടു. മുല്ലയെത്തി സൊറയ്യയോട് സംസാരിക്കാൻ തുടങ്ങി. മുല്ലയെ കണ്ടതും അലി ഇവിടെയില്ല എന്ന് സൊറയ്യ പറഞ്ഞു. അലി പറഞ്ഞിട്ടാണ് താൻ വന്നത് എന്നായിരുന്നു മുല്ലയുടെ മറുപടി. പിന്നാലെ മുല്ല വന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ വിവാഹത്തിൽ നല്ല രീതിയിലെല്ലാം മുമ്പോട്ട് പോകുന്നത് എന്നാണല്ലോ അലി പറയുന്നത്. നിങ്ങളെപ്പറ്റി അവനൊരുപാട് പരാതികളുമുണ്ട്. പറ്റില്ലെങ്കിൽ ഈ വിവാഹബന്ധം ഒഴിയുന്നതല്ലേ നല്ലത്. അവന് മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്നറിഞ്ഞിരുന്ന സൊറയ്യയുടെ ആന്റിയായ സഹറ അവിടുന്ന് പോയിരുന്നില്ല. സഹറ മറുവശത്ത് വന്നു നിന്നിരുന്നു. മുല്ലയുടെ സംസാരമൊക്കെ സഹറ ഒന്ന് കേൾക്കുകയും ചെയ്തു. ഇറാനിലൊരു നിയമമുണ്ട്. ഒരു പുരുഷന് 4 വിവാഹം വരെ കഴിക്കാം. പക്ഷേ 4 സ്ത്രീകളെയും തുല്യ രീതിയിൽ പരിഗണിക്കണം. ഭാര്യമാർക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല. അലിയെ സംബന്ധിച്ച് സൊറയ്യ തന്റെ ഭാര്യയായി തുടർന്നാൽ അവൾക്കൊരുപാട് ചിലവുകൾ കൊടുക്കേണ്ടി വരും. അതിനയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. മുല്ലയ്ക്കടുക്കൽ പറഞ്ഞുവിട്ട കാര്യങ്ങൾ മുല്ല തുടർന്നു പറഞ്ഞു. നിങ്ങൾക്ക് 4 മക്കളുണ്ടല്ലോ. 2 ആണും 2 പെണ്ണും. 2 ആൺമക്കളെ അലി വളർത്തിക്കോളും. 2 പെൺമക്കളെ നീ നിന്റെ കൂടെ നിർത്തി വളർത്തിക്കോളൂ. പിന്നെ ഈ വീട് നിനക്കെടുക്കാം. ഇതിന് ചേർന്നുള്ള സ്ഥലവും അവിടെ കൃഷി ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാ നിനക്ക് ജീവിക്കാൻ ചെയ്യാം. അതേ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അലി പറയുന്നത്. അത് കേട്ടതും സൊറയ്യ പറഞ്ഞു, ഈ പൊളിഞ്ഞു വീടാറായ വീടും വരണ്ട നിലവും വെച്ച് ഞാൻ എന്തു ചെയ്യാനാണ്? മക്കളെയും എങ്ങനെ പോറ്റാനാണ്? അതൊന്നും നടക്കില്ല. ഞാൻ വിവാഹമോചനം നൽകില്ല. ഉടൻ മുല്ലയുടെ രീതികൾ തന്നെ മാറി. മുല്ല പറഞ്ഞു, ഓ, പണത്തിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതിനൊന്നും നീ വിഷമിക്കണ്ട. ഈ ഗ്രാമത്തില് എന്റെ അത്രയും നല്ലൊരു വ്യക്തി വേറെ ഇല്ലെന്നറിയാമല്ലോ. നീ വേണ്ട രീതിയിൽ എന്നെ ഒന്ന് പരിഗണിച്ച നിനക്ക് വേണ്ട പണവും മറ്റും കൃത്യമായിട്ട് ഇവിടെ എത്തും. അത് കേട്ടുനിന്ന സഹറ മുല്ലയെ ആട്ടിക്കൊണ്ട് ആ മുറിയിലേക്ക് കടന്നു ചെന്നു. താനൊരു പണ്ഡിതനാണോ? ഉളുപ്പുണ്ടോടോ തനിക്ക്? ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറയാവുന്ന വാക്കുകളാണോ താൻ പറഞ്ഞത്? താൻ പറഞ്ഞതത്രയും സഹറ കേട്ടെന്ന് മനസ്സിലായ മുല്ലയ്ക്ക് വല്ലാത്ത അപമാനഭാരം തോന്നി. പോരാത്തതിന് സഹറ തന്നെ ചീത്ത വിളിച്ചതിലും മറ്റും വല്ലാത്ത ദേഷ്യവും. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നീ എന്നിട്ടാണ് എന്നെ ചീത്ത വിളിച്ചത്? നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദേഷ്യത്തിലായിരുന്നു മുല്ല അന്ന് അവിടെ നിന്നിറങ്ങിയത്. പിന്നാലെ സഹറ സൊറയ്യയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ മോളെ ഇതൊക്കെ? നിങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്കയാളെ വേണ്ടെന്ന് വെച്ചുകൂടെ? ഇങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ? സൊറയ്യ ആ സമയം തന്റെ വസ്ത്രം മാറ്റി അലി തന്നെ മർദ്ദിച്ച് ചതവേൽപ്പിച്ച പാടുകളൊക്കെ സഹറയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെയും കൂടി വന്ന് ഈ കാര്യം പറഞ്ഞ് അയാൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചതേയുള്ളൂ. എന്റെ കാര്യമാണെങ്കിൽ ഞാൻ പോട്ടേന്ന് വെക്കും. പക്ഷെ എന്റെ മക്കൾക്ക് അവർക്ക് ചിലവിന് കൊടുക്കാൻ ഞാനവിടെ പോകും. അയാളെ എങ്ങനെ സുഖിച്ചു ജീവിക്കാൻ വിടാൻ എനിക്ക് സാധിക്കില്ല. സഹറയ്ക്ക് അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ഇതേസമയം മറുവശത്ത് അലിയാകട്ടെ അവൻ രണ്ടാമതായി വിവാഹമാലോചിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തു ചെന്ന് നിൽക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ ഉമ്മയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വെറും 14 വയസ്സ് മാത്രം പ്രായമേ ആ പെൺകുട്ടിക്കുള്ളൂ. ആ പെൺകുട്ടിയുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട് തൂക്കുശിക്ഷ വിധിക്കപ്പെട്ട് അയാൾ ജയിലിൽ കഴിയുകയാണ്. അലിയും അയാളും തമ്മിൽ ഒരു ഡീലിലെത്തിയിരുന്നു. തന്നെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചാൽ തന്റെ മകളെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന്. അലിക്കതിൽ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട്
തന്നെ അലി അയാളെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പേപ്പറുകളിൽ മാറ്റങ്ങൾ വരുത്തി. അന്ന് രാത്രിയിൽ ദേഷ്യത്തിലായിരുന്നു അലി വീട്ടിലേക്കെത്തിയത്. സൊറയയും മക്കളും ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന അയാൾ സൊറയയെ അപമാനിച്ച് സംസാരിച്ചു. രാവിലെ മുല്ല വന്നു പറഞ്ഞിട്ടും അവൾ ഡിവോഴ്സിന് തയ്യാറല്ലെന്നത് അയാളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. സൊറയയെ പരമാവധി അപമാനിക്കാൻ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും അയാൾ ശ്രമിക്കുന്നുണ്ട്. അയാളൊടുവിൽ തന്റെ ആൺമക്കളോട് പറഞ്ഞു, ഇത് ആണുങ്ങളുടെ ലോകമാണ്. നിന്റെ ഉമ്മ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നേയില്ല. നിങ്ങളുടെ ഉമ്മ എനിക്ക് ഡിവോഴ്സ് തന്നാൽ മാത്രമേ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ. അതൊക്കെ കേട്ടതും ബ്രെയിൻ വാഷ്ഡായി നിന്നിരുന്ന ആ ആൺമക്കൾ തങ്ങളുടെ ഉമ്മയാണെന്ന് പോലും നോക്കാതെ സൊറയ്യക്കെതിരെ പറയാൻ തുടങ്ങി. സൊറയ്യയെ അത് വല്ലാതെ തകർത്തു കളഞ്ഞു. ദേഷ്യത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം അവൾ താഴേക്കെറിഞ്ഞു പൊട്ടിച്ചു. പെൺമക്കളെയും കൂട്ടി അവിടെ നിന്ന് പുറത്തു പോവാൻ തുടങ്ങി. പക്ഷേ അലി അവളെ തടയുകയും ശക്തമായി മർദ്ദിക്കുകയും ചെയ്തു. സൊറയ്യ അന്ന് ഒരു തരത്തിൽ അവിടെ നിന്നിറങ്ങി സഹ്റയുടെ അടുത്തെത്തി. സഹ്റയോട് വേദനയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഇതൊന്നും സഹിക്കാൻ തനിക്ക് പറ്റില്ലെന്നും താൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്നും സഹ്റയ്ക്കടുക്കൽ അവൾ സൂചിപ്പിച്ചു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ആ ഗ്രാമത്തിലെ മെക്കാനിക് ഓടിക്കയറി വന്നത്. അദ്ദേഹം സഹ്റയോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. തന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഒന്ന് വന്ന് നോക്കാമോ? സഹ്റ സൊറയ്യയോടും മക്കളോടും അവിടെ റെസ്റ്റ് എടുത്തിരിക്കാൻ പറഞ്ഞ ശേഷം നേരെ അയാൾക്കൊപ്പം അയാളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മെക്കാനിക്കിന്റെ വീട്ടിലെത്തി രോഗിയായി കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ സഹ്റ ചെന്ന് നോക്കി. ആ സ്ത്രീ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാനെത്തിയ മെക്കാനിക്കിനോട് ഏറെ ദുഃഖത്തോടെ അവരാ വിവരം പറഞ്ഞു. മെക്കാനിക്ക് അത് കേട്ടതും ആകെ തകർന്ന് വിങ്ങിപ്പൊട്ടാൻ ആരംഭിച്ചു. മെക്കാനിക്കിനും ഭാര്യയ്ക്കും ഏറെ വൈകിയാണ് ഒരു മകൻ ജനിച്ചത്, അതും ബുദ്ധിമാന്യമുള്ള ഒരു മകൻ. ആ പ്രസവത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയായി മാറിയതാണ്. ഇപ്പോൾ ഭാര്യയും മരണപ്പെട്ടിരിക്കുന്നു. താനിനി എങ്ങനെ ഒറ്റയ്ക്ക് മകനെ പരിചരിക്കും, എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നോർത്ത് ആ മനുഷ്യൻ വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. സഹ്റ മരണപ്പെട്ട സ്ത്രീയുടെ ശരീരം കവറടക്കാൻ പാകത്തിന് തയ്യാറാക്കാനും മറ്റും തുടങ്ങി. വൈകാതെ നാട്ടിലെ സ്ത്രീകളും മറ്റും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ആ സ്ത്രീകളാകട്ടെ മരണപ്പെട്ട സ്ത്രീയുടെ വസ്തുക്കൾക്ക് മറ്റവകാശികൾ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സഹ്റ ഇടപെട്ട് അത് തടഞ്ഞു. പുറത്താകട്ടെ സങ്കടപ്പെട്ടിരിക്കുന്ന മെക്കാനിക്കിനോട് മുല്ലയും മേയറും സംസാരിച്ചു. അയാളുടെ അവസ്ഥ കഷ്ടമാണ്. ജോലിക്ക് പോകണമെങ്കിൽ വീട്ടിൽ മകനെ നോക്കാൻ ആളെ വേണം. മാത്രമല്ല വീട് പരിപാലിക്കാനും വീട്ടിൽ മറ്റാരും തന്നെയില്ല. ഒടുവിൽ മുല്ല തന്നെ ഒരാശയം പറഞ്ഞു. ആ സൊറയ്യയെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലൊരു സഹായത്തിന് ജോലിക്ക് നിർത്താം. അവള് മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുകയാണല്ലോ. സൊറയ്യക്കപ്പോൾ ഒരു വരുമാനവുമാകും, നിങ്ങൾക്ക് സഹായവുമാകും. കൂടെയുള്ളവർ അത് അംഗീകരിച്ചു. പിന്നാലെ സഹ്റയെ വിളിച്ച് മുല്ലയും മറ്റുള്ളവരും ചേർന്ന് അക്കാര്യം അവതരിപ്പിച്ചു. സഹ്റ ആദ്യം അത് പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നെങ്കിലും പിന്നീട് സൊറയ്യയുടെ അവസ്ഥയും മെക്കാനിക്കിന്റെ അവസ്ഥയും ആലോചിച്ചപ്പോ അതിന് സമ്മതിച്ചു. പിന്നീട് മെക്കാനിക്കിന്റെ അടുത്തെത്തി സൊറയ്യ താൻ മാറ്റിവെച്ചിരുന്ന മെക്കാനിക്കിന്റെ ഭാര്യയുടെ തയ്യൽ മെഷീൻ അദ്ദേഹത്തിന് തന്നെ കൈമാറി. മറ്റ് സ്ത്രീകൾ എടുത്തുകൊണ്ടുപോവാൻ ശ്രമിച്ചപ്പോ സൊറയ്യ പിടിച്ചുവെച്ചതായിരുന്നു അത്. സൊറയ്യ അത് മെക്കാനിക്കിന് കൊടുക്കുമ്പോ അവളുടെയും മെക്കാനിക്കിന്റെ കൈകളും പരസ്പരം തൊട്ടിരുന്നു. ദൂരെ നിന്ന് അലി അത് നോക്കിക്കണ്ടു. അലിയത് തനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടെടുത്തു. അവൻ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി. പിന്നീട് അങ്ങോട്ടേക്ക് സൊറയ്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിക്ക് പോയി തുടങ്ങി. ഭക്ഷണമുണ്ടാക്കി വെച്ച് മടങ്ങുന്നതായിരുന്നു പതിവ്. ദൂരെ നിന്ന് അലി ഇത് നോക്കിക്കണ്ടു. ചില കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ ഓടി. അന്ന് രാത്രി അലി മുല്ലയെ വിളിച്ചു. മുല്ല അലിയുടെ വീട്ടിലേക്കെത്തി. അലി മുല്ലയോട് സംസാരിക്കാൻ തുടങ്ങി. തന്റെ ഭാര്യയുടെ രീതികളും നടപ്പും ശരിയല്ലെന്നും മെക്കാനിക്കും അവളും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് കേട്ടതും മുല്ല ഉടൻ ചോദിച്ചു, താനിതെന്തൊക്കെയായി പറയുന്നേ? ഇത് കേട്ട ആരെങ്കിലും വിശ്വസിക്കോ? അവൾ അത്ര നല്ല പെൺകുട്ടിയാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അത് കേട്ടതും അലിക്ക് ദേഷ്യം വന്നു. അലി പറഞ്ഞു, താൻ എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് താൻ അങ്ങോട്ടേക്ക് ചെയ്താ മതി. നാളെ മുതല് താൻ ഇക്കാര്യം അങ്ങ് പറഞ്ഞു വരുത്തിയേക്കണം. പക്ഷേ മുല്ലയ്ക്കും ദേഷ്യം വന്നിരുന്നു. മുല്ല പറഞ്ഞു, നീ പറയുന്ന പോലെ എല്ലാം അങ്ങ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരു കാര്യം വെറുതെ അങ്ങനെ അങ്ങ് പറയാനും പറ്റില്ല. നീ ആരോപിക്കുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ മിനിമം 2 സാക്ഷികൾ വേണം. അതല്ലാതെ ഈ നാട്ടുകാരോ മേയറോ ഒന്നും തന്നെ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കുകയുമില്ല. തനിക്ക് സാക്ഷിയല്ലേ വേണ്ടത്? ഞാനാണ് പ്രധാന സാക്ഷി, ഒന്നാമത്തെ സാക്ഷി. എന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ താൻ നാളെ ഗ്രാമത്തിൽ മൊത്തം ഈ വിവരം അങ്ങ് പറഞ്ഞു വരുത്തിക്കോ. അതും പറഞ്ഞ് കാറെടുത്ത് അലി അവിടെ നിന്ന് പോവാൻ തുടങ്ങി.
അടുത്ത ദിവസമായപ്പോഴേക്കും നാട് മുഴുവനും ആ അവിഹിത ബന്ധത്തിന്റെ കഥ അങ്ങനെ അങ്ങ് പടർന്നു പിടിക്കാൻ തുടങ്ങി. ജോലിക്ക് പോയ സഹറയും ജോലിക്കാരുടെ ഇടയിൽ ആ സംസാരം കേട്ടു. അതോടെ സൊറയ്യയ്ക്ക് വേണ്ടി സഹറ അവിടെ വെച്ച് തർക്കിക്കുക പോലും ചെയ്തു. കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല എന്ന് കണ്ടതും സഹറ സൊറയ്യയുടെ അടുത്തെത്തി സൊറയ്യയോട് നാട്ടിൽ പ്രചരിക്കുന്ന അപവാദങ്ങളെപ്പറ്റി പറഞ്ഞു. പിന്നാലെ ഇനി നീ മെക്കാനിക്കിന്റെ വീട്ടിൽ ജോലിക്ക് പോകണ്ടെന്നും അത് ശരിയാവില്ലെന്നും പറഞ്ഞു. പക്ഷെ സൊറയ്യ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല. അവിടെ പോകുന്നതുകൊണ്ടാ എന്റെ മക്കളിപ്പോ ഭക്ഷണം കഴിക്കുന്നത്. നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, എനിക്ക് എന്റെ മക്കളുടെ കാര്യമാണ് വലുത്. സഹറയ്ക്ക് മറ്റൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് അലിയാകട്ടെ മേയറെ ചെന്ന് കണ്ടു. തന്റെ ഭാര്യയും മെക്കാനിക്കും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും നടപടിയെടുക്കണം എന്നും ആവശ്യപ്പെട്ടു. ഗ്രാമത്തലവനാണ് അഥവാ മേയറാണ് അവിടുത്തെ നിയമവ്യവസ്ഥിതിയും ഒരു പരിധിവരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ മേയർ പറഞ്ഞു, അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൃത്യമായ സാക്ഷികൾ വേണം. അതുവഴി വന്നിരുന്ന സഹറ മേയറുടെ വീട്ടിൽ വെച്ച് മേയറും അലിയും സംസാരിക്കുന്നതും നോക്കിക്കണ്ടിരുന്നു. അലി പോയതും സഹറ ചെന്ന് മേയറെ കണ്ടു. മേയറുടെ അടുക്കൽ സൊറയ്യ നിരപരാധിയാണെന്നും അവളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതാണെന്നും അവൾക്കെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്നും ആവശ്യപ്പെട്ടു. പക്ഷെ മേയർക്ക് പണ്ട് തൊട്ടേ സഹറയോട് ഒരു ചുരുക്കുണ്ട്. അതിന്റെ പേരിൽ സഹറയെ ഭീഷണിപ്പെടുത്തി അയാൾ പറഞ്ഞു, തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. വ്യക്തമായ തെളിവ് കിട്ടിയാൽ അവൾക്കെതിരെ താൻ നടപടിയെടുക്കും. സഹറയ്ക്ക് അത് കേട്ടതും ദേഷ്യം വന്നു. സഹറ മേയറുടെ മുഖത്തടിച്ചു. പിന്നാലെ പറഞ്ഞു, സത്യമെന്തെന്ന് നിനക്ക് ശരിയായിട്ടറിയാം. ഒരിക്കൽ നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടന്നില്ല. അതിന്റെ ചുരുക്ക് പാവപ്പെട്ട എന്റെ ആ ബന്ധുവിനോട് തീർത്തേക്കരുത്. മേയർ അതും കേട്ട് അവിടെ നിന്ന് നടന്നകന്നു. അടുത്ത ദിവസം മുല്ല മെക്കാനിക്കിനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അവിടെ അലിയുമുണ്ടായിരുന്നു. മുല്ല മെക്കാനിക്കിനടുക്കൽ അവിടെ പരക്കുന്ന അപവാദങ്ങളെപ്പറ്റി പറയുകയും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. നിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന സൊറയ്യ അവിടെ രാത്രി തങ്ങാറുണ്ടോ? നിന്റെ അടുക്കൽ മോശമായി പെരുമാറാറുണ്ടോ? മാത്രമല്ല നിങ്ങൾ രാത്രി ഒന്നിച്ചു വല്ല കിടക്കുകയോ മറ്റോ ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ലെന്ന് മെക്കാനിക്ക് തറപ്പിച്ചു പറഞ്ഞു. അലിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നെത്തി. എന്നിട്ട് മെക്കാനിക്കിനോട് പറയാൻ തുടങ്ങി, ഇതിനെപ്പറ്റി പുറത്താരെങ്കിലും നിങ്ങളോട് ചോദിച്ച ഇതൊക്കെ സത്യമാണെന്നങ്ങ് പറഞ്ഞേക്കണം, കള്ളസാക്ഷി പറഞ്ഞേക്കണം. പക്ഷേ തനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മെക്കാനിക്ക് പുറത്തേക്കിറങ്ങി പോന്നു. മെക്കാനിക്ക് തന്റെ വർക്ക്ഷോപ്പിലെത്തി ജോലി ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മുല്ലയും അലിയും വന്നു. അവിടെ മെക്കാനിക്കിന്റെ മകനുണ്ടായിരുന്നു. മുല്ല ബുദ്ധിമാന്യമുള്ള ആ കുട്ടിയുടെ തലയിലൊക്കെ തലോടി. പിന്നാലെ അലി മെക്കാനിക്കിനെ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ പറയുന്ന പോലെ നീ പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്റെ മകനും എന്റെ ഭാര്യയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു പരത്തും. പിന്നെ നിന്റെ മകന്റെ ഭാവിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഒന്നുകിൽ മെന്റൽ ആശുപത്രി അല്ലെങ്കിൽ ജയിൽ. അപ്പോ എന്തു വേണമെന്ന് നീ അങ്ങാലോചിച്ച് തീരുമാനിച്ചോ? അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. അടുത്ത ദിവസം ഗ്രാമത്തിനകത്തുനിന്ന് വലിയ ബഹളം കേട്ട് സഹറ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. നോക്കുമ്പോ അലി ക്രൂരമായി സൊറയ്യയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹറ അയാളെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അലി നിർത്തുന്നുണ്ടായിരുന്നില്ല. തടിച്ചുകൂടിയ നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് തന്റെ ഭാര്യ ഒരു മോശം സ്ത്രീയാണെന്നും ഇവളും മെക്കാനിക്കും തമ്മിൽ അവിഹിത ബന്ധമാണെന്നുമൊക്കെ അലി ആക്രോശിച്ച് പറയുന്നുണ്ടായിരുന്നു. ആരും തന്നെ അലിയെ തടയുന്നുമുണ്ടായിരുന്നില്ല. സഹറ ഒടുവിൽ ഇടപെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്റെ വീട്ടിൽ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അലിയെയും സൊറ സഹറയെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകാതെ സഹറയുടെ വീട്ടിൽ ഒരു സഭ ചേർന്നു. മേയർ അവിടെ ഉണ്ടായിരുന്നു. അലിയും സഹറയും സൊറയെയും അവിടെയുണ്ട്. അവിടെത്തിയ അലി ആരോപണം കടുപ്പിച്ചു പറഞ്ഞു. മെക്കാനിക്കിന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ് ഇവളാ മെക്കാനിക്കിന് ഒരു വസ്തു കൊടുക്കുമ്പോ അയാളുടെ കയ്യിൽ തൊട്ടത് ഞാൻ കണ്ടതാണ്. മാത്രമല്ല ഇയാളും മെക്കാനിക്കും അയാളുടെ മകനും കൂടി കളിച്ചു ചിരിച്ചു നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്നും അത്ര നല്ല രീതിയിലായിരുന്നില്ല. ഇത് കേട്ടതും സഹറ പറഞ്ഞു, ഈ പറയുന്നതാണോ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം? ഇതൊക്കെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കിയാൽ അലി എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്? ആണുങ്ങൾക്കൊരു നിയമം, പെണ്ണുങ്ങൾക്ക് മറ്റൊരു നിയമം എന്നാണോ? മേയറോട് സഹറ ചോദിച്ചതും മേയർ ഉടൻ അലിക്ക് നേരെ തിരിഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒരാൾക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാൻ സാധിക്കില്ല. മറ്റെന്തെങ്കിലും ഉണ്ടോ? മേയർ അലിയോട് ചോദിച്ചു. തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നായിരുന്നു അലി വലിയൊരു നുണ പറഞ്ഞത്. ഉടൻ കരഞ്ഞുകൊണ്ട് സൊറയ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഗർഭിണിയുമല്ല. മേയർ അത് കണ്ട് അലിക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങളിങ്ങനെ വെറും വാക്ക് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പറയുന്നത് സാധൂകരിക്കാൻ നിങ്ങളുടെ പക്കൽ നിന്ന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അലി പുറത്തേക്ക് പോയി. തിരികെ വന്നത് മെക്കാനിക്കിനെയും കൂട്ടിയായിരുന്നു. അകത്തേക്ക് വന്ന മെക്കാനിക്ക് അലി പറഞ്ഞതത്രയും സത്യമാണെന്ന് പറഞ്ഞ് തലയുയർത്തി അവിടെ നിന്ന് സൊറയെയോ സഹറയെയോ നോക്കാതെ നേരെ തിരികെ പോയി. സൊറയ പൊട്ടിക്കരഞ്ഞു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മേയർ അങ്ങോട്ടേക്ക് കടന്നു വന്ന് പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീയത് തെളിയിക്ക്. ഇവിടെ വേണ്ടത് തെളിവ്
തെളിവുകളാണ്. പിന്നാലെ മേയർ പുറത്തേക്കിറങ്ങി. മറ്റു കുറച്ച് സ്ത്രീകൾ അകത്തേക്ക് കയറി വന്നു. സഹറ പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ ആ സ്ത്രീകൾ അവരെ തടഞ്ഞു. ആ സ്ത്രീകൾ പറഞ്ഞു, മേയർ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചതാണ്, നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി. അത് കേട്ടതും സഹറ അവരോടായി പറഞ്ഞു, നമ്മൾ പെണ്ണുങ്ങള് ഇവിടത്തെ ആണുങ്ങളുടെ അടിമകൾ മാത്രമാണ്, സത്യമറിയാമെങ്കിലും എല്ലാം കേൾക്കുന്ന അടിമകൾ. അത് കേട്ടതും ആ സ്ത്രീകൾ തലകുനിച്ചു നിന്നു. അധികം വൈകാതെ മേയറുടെ നേതൃത്വത്തിൽ അവിടുത്തെ സദസ്സ് വിളിച്ചുകൂട്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ സൊറയ്യയുടെ വാപ്പയും മുല്ലയും അലിയും മേയറും ഒക്കെയുണ്ടായിരുന്നു. അവർക്കിടയിൽ ചർച്ച നടത്തി തെറ്റിന് ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുക. തന്റെ ഭാഗം പറയാനോ ഡിഫെൻഡ് ചെയ്യാനോ സൊറയ്യക്ക് അവസരം പോലും ഉണ്ടായിരുന്നില്ല. ചർച്ച കുറെ നേരം തുടർന്നു. പുറത്തു ജനങ്ങൾ വിധിക്കായി കാത്തുനിൽക്കുകയാണ്. വൈകാതെ വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് വന്നു. ജനങ്ങൾക്ക് മുന്നിലേക്കെത്തിയ സൊറയ്യയുടെ പിതാവ് ആ ജനങ്ങളെ നോക്കി പറഞ്ഞു, എന്റെ മകൾ തെറ്റു ചെയ്തു, അതിലവൾക്ക് കുറ്റബോധവുമുണ്ട്. ഇങ്ങനൊരു മകൾ ജനിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അവളാൽ ഞാൻ അപമാനിക്കപ്പെട്ടു. അവൾക്കുള്ള ശിക്ഷ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കേട്ടതും സന്തോഷത്തോടെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്ന കൊത്തികളും മൺവെട്ടികളും ഒക്കെ എടുത്ത് പുറപ്പെട്ടു. അവിടെ ഒരിടത്ത് ഒരു കുഴികുത്താൻ അവർ ആരംഭിച്ചു. കുട്ടികളാകട്ടെ കുറെ കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെയൊക്കെ നിക്ഷേപിക്കുന്നു. ഇതേ സമയം ശിക്ഷാവിധി എന്തെന്ന് എഴുതിയിരുന്ന ഒരു പേപ്പർ ഒരു പെൺകുട്ടിയുടെ പക്കൽ സഹറയുടെ അടുത്തേക്ക് മേയർ കൊടുത്തയച്ചു. സഹറ അത് വായിച്ചു. അത് കണ്ടതും അവർ ഞെട്ടിപ്പോയിരുന്നു. സൊറയ്യെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച് അവളുമായി രക്ഷപ്പെടാൻ സഹറ ശ്രമിച്ചെങ്കിലും അവർ തടയപ്പെട്ടു. വീണ്ടും അതേ കെട്ടിടത്തിനകത്തേക്ക് നാട്ടുകാർ അവരെ കയറ്റി. കുറച്ചു കഴിഞ്ഞതും സൊറയ്യയുടെ ഭാവമേ മാറി. തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ കുറച്ചുനേരം അവൾ താലോലിച്ചു. തന്റേതായി ബാക്കിയുണ്ടായിരുന്ന ചെയിനും മറ്റും അവർക്കായി അവൾ നൽകി. അങ്ങോട്ടേക്ക് അവളുടെ ആൺമക്കളും വന്നു. ഇളയ മകനെ ചേർത്ത് പിടിച്ച് സൊറയ്യ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവനെ ഗുണദൂഷിച്ചു. ഈ സമയം ഉമ്മ വലിയ തെറ്റു ചെയ്തു എന്ന് വിശ്വസിക്കുന്ന മൂത്തമകൻ വന്ന് ഇളയ മകനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. സഹറ എന്ന് അവളുടെ മുടി ചീകിയൊതുക്കി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. സൊറയ്യ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശിക്ഷാവിധിക്കുള്ള സമയമായി. സൊറയ്യ തയ്യാറായിട്ട് പുറത്തേക്കിറങ്ങി. സഹറയും കൂടെയുണ്ട്. പുറത്ത് തടിച്ചുകൂടിയിരുന്ന ജനം അപമാനിച്ചോരോന്ന് അവളെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശിക്ഷയ്ക്കായി കൊണ്ടുപോകുന്ന സൊറയ്യയെ മെക്കാനിക്ക് നോക്കി കണ്ടു. അയാൾക്ക് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. മകനുമായി അയാൾ വീടിനകത്തേക്ക് കയറി. ശിക്ഷാവിധി പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നിടത്തേക്ക് സൊറയ്യ കൊണ്ടുപോകപ്പെട്ടു. വൈകാതെ ആ ഇടത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. മുല്ല എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവൾ തെറ്റുകാരിയാണ്, വ്യഭിചാരം ചെയ്തവൾ, കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഇതിനുള്ള ശിക്ഷാവിധി. നിങ്ങളെറിയുന്ന ഓരോ കല്ലും ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം. മേയർ പിന്നാലെ സൊറയ്യക്കടുക്കൽ അവൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവൾ സംസാരിക്കാൻ തുടങ്ങി. എന്നെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് നന്നായി തന്നെ അറിയാം. ഒരു കുട്ടിയായി, അമ്മയായി, ഭാര്യയായി ഞാൻ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്നും അറിയാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു. ഞാനതിന് സമ്മതം കൊടുത്തില്ല. അതിനയാൾ എന്നെ കരുവാക്കി. എന്റെ പേരിൽ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. തെറ്റ് ചെയ്യാത്ത എന്നെ ശിക്ഷിക്കാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു വെറുതെ വിടാൻ പോകുന്നില്ല. അവൾ പറഞ്ഞു തീർത്തപ്പോഴേക്കും രണ്ടുപേർ വന്ന് അവളുടെ കൈകൾ പിന്നിൽ നിന്നും കെട്ടി. പിന്നാലെ അവിടെ ഉണ്ടാക്കിയിരുന്ന കുഴിയിൽ അവളെ ഇറക്കി നിർത്തി അരയോളം മണ്ണിട്ട് മൂടി. സൊറയ്യയെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നടപടികൾ ആരംഭിച്ചു. കല്ലെടുത്ത് ആദ്യം കൊടുത്തത് അവളുടെ തന്നെ പിതാവിന്റെ കൈകളിലേക്കായിരുന്നു. അത് കണ്ടതും സഹറ ഓടിവന്ന് അത് തടയാൻ ശ്രമിച്ചു. അവൾക്ക് പകരം എന്നെ വേണമെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നേക്കൂ, അവളെ വെറുതെ വിടൂ എന്ന് ആ സ്ത്രീ യാചിച്ചു. പക്ഷേ അവർ പിടിച്ചുമാറ്റപ്പെടുകയായിരുന്നു ചെയ്തത്. സൊറയ്യയുടെ പിതാവ് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ഈ മകൾ എനിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞ് കല്ലുകൾ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. തുടർച്ചയായി അയാൾ കല്ലുകൾ എറിഞ്ഞിട്ടും ആ കല്ലുകൾ സൊറയ്യയുടെ ദേഹത്ത് തട്ടിയിരുന്നില്ല. അതോടെ പിന്നിൽ നിന്ന സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കല്ലെറിഞ്ഞിട്ടും മേത്തുകൊള്ളാത്തത്. പക്ഷെ അത് കേട്ടതിന്റെ തൊട്ടുപുറകെ അലി കല്ലെടുത്ത് ഉന്നം വെച്ച് സൊറയ്യയുടെ നേരെ എറിഞ്ഞു. കല്ല് വന്നവളുടെ നെറ്റിയിൽ പതിച്ചു. ശക്തമായ ആഘാതത്തിൽ മുറിവുണ്ടായി. രക്തം ഒലിച്ചിറങ്ങാൻ ആരംഭിച്ചു. പിന്നാലെ അലി മക്കളുടെ കയ്യിലേക്ക് കല്ല് കൊടുത്തെറിയാൻ ആവശ്യപ്പെട്ടു. ഇളയ മകൻ കുറച്ച് മടിച്ചു നിന്നു. മൂത്ത മകൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തന്റെ അമ്മയ്ക്ക് നേരെ കല്ലുകൾ എറിഞ്ഞു. പുറകെ മുല്ലയും അവളെ കല്ലെറിഞ്ഞു കൊള്ളിച്ചു. നാട്ടുകാർ ഒന്നടങ്കം അവൾക്ക് നേരെ കല്ലെറിഞ്ഞു. നിരപരാധിയായ ആ പാവം സ്ത്രീയെ അവർ അങ്ങനെ കൊലപ്പെടുത്തി. ആ കാഴ്ച കാണാനാകാതെ സഹറ
സഹറ മാറി നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട അവളുടെ ശരീരം അവിടെ വിട്ട് നാട്ടുകാർ പിരിഞ്ഞുപോയിരുന്നു. അന്ന് രാത്രിയിൽ ഗ്രാമത്തിൽ ആഘോഷമരങ്ങേറി. നാടോടിക്കൂട്ടവും അവരുടെ പ്രകടനവും ആ കൂട്ടത്തിന് കൂടുതൽ ഉത്തേജനമേകിയിരുന്നു. രാത്രിയിൽ സൊറയ്യയുടെ മൃതദേഹം കുറച്ച് സ്ത്രീകൾ പൊക്കിയെടുത്ത് നദിക്കരയിൽ കൊണ്ടിട്ടു. മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ആ നിമിഷമാണ് വ്യക്തമാകുന്നത് സഹറ അന്ന് പുലർച്ചെ എന്തിനാണ് നദിക്കരയിൽ പോയതെന്നും അവിടെ കണ്ട അസ്ഥികളെടുത്ത് എന്തിനാണ് കഴുകി കുഴിച്ചിട്ടതെന്നും നടന്ന കാര്യങ്ങൾ അത്രയും സഹറ ആ ജേർണലിസ്റ്റിനടുക്കൽ പറഞ്ഞു. എല്ലാം കേട്ട ആ ജേർണലിസ്റ്റിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാൾ മരവിച്ച അവസ്ഥയിൽ ഇരുന്നു പോയിരുന്നു. തന്റെ ബന്ധുവിന് സംഭവിച്ച ക്രൂരതകൾ പുറം ലോകം അറിയണമെന്നും അതുകൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞതെന്നും സഹറ വ്യക്തമാക്കി. ഈ സമയമാണ് ജേർണലിസ്റ്റിനെ അന്വേഷിച്ച് മെക്കാനിക് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. സഹറയും ജേർണലിസ്റ്റും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട മെക്കാനിക് തെല്ലൊന്ന് ഭയപ്പെട്ടിരുന്നു. വണ്ടി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് തിരികെ നടന്നു. തന്റെ വർക്ക്ഷോപ്പിലേക്ക് അയാൾ എത്തിച്ചേരാൻ തുടങ്ങി. അവിടെ മുല്ലയും മേയറുമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് അലി കാറിൽ വന്നത്. അലിയെ കണ്ടതും മുല്ല അലിയോട് അവന്റെ പുതിയ വിവാഹകാര്യം ചോദിച്ചു. അത് നടക്കില്ലെന്നും ആ ഡോക്ടറെ തൂക്കിലേറ്റിയെന്നും അയാളെ രക്ഷിച്ചാലേ വിവാഹം നടക്കൂ എന്നായിരുന്നു ഡീലെന്നും അലി പറഞ്ഞു. അത് കേട്ടതും മെക്കാനിക്ക് വല്ലാതായി. മെക്കാനിക്ക് സങ്കടത്തിലും ദേഷ്യത്തിലും പറഞ്ഞു, ഈ വിവാഹത്തിന് വേണ്ടിയല്ലടോ എന്നെക്കൊണ്ട് ഒരു പാവം സ്ത്രീയെ പറ്റി കള്ളം പറയിച്ച് നിങ്ങൾ അവളെ കൊന്നുകളഞ്ഞത്. നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഈ സത്യം അറിയും. മേയർ അത് കേട്ട് ഒന്ന് ഞെട്ടിയിരുന്നു. മേയറുടൻ മുല്ലയെ എതിരിട്ടു. ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യത്തിന് നിങ്ങളും കൂട്ടുനിന്നെന്നോ? ദേഷ്യത്തോടെ മേയർ മുല്ലയോട് ചോദിച്ചു. മുല്ല ഉടൻ മേയർ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്തേ നിങ്ങൾക്കറിയില്ലേ അവൾ തെറ്റുകാരിയല്ലായിരുന്നെന്ന്? ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ചെയ്ത തെറ്റില് നിങ്ങളും പങ്കാളിയാണ്. ഈ വിവരങ്ങളൊന്നും നമ്മുടെ ഗ്രാമം വിട്ട് പുറത്തു പോവരുത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അയാള് ഇവിടെ നിന്നൊരു വിവരവും എടുക്കാതെ പുറത്തു പോകണം. അക്കാര്യം നമ്മൾ ഉറപ്പിക്കണം. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ആ ജേർണലിസ്റ്റ് വന്നത്. മുല്ലയും മേയറും അവിടത്തെ കുറച്ച് നാട്ടുകാരും ചേർന്ന് ജേർണലിസ്റ്റിനെ തടഞ്ഞു. അയാളുടെ ബാഗിലെ വസ്തുക്കൾ പുറത്തേക്കിട്ട് കാസറ്റുകളും മറ്റും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അയാളോട് പൊക്കോളാനും പറഞ്ഞു. അയാൾ കാറെടുത്ത് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. തങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു മുല്ലയും മേയറും മറ്റുള്ളവരും. കാറ് മുന്നോട്ടേക്ക് നീങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ സഹറ ഓടി ആ കാറിനടുത്തേക്ക് എത്തി. തന്റെ പക്കലുണ്ടായിരുന്ന കാസറ്റ് ആ ജേർണലിസ്റ്റിന് കൊടുത്തു. ഇതുപോലൊക്കെയാണ് നടക്കാൻ പോവുക എന്ന് സഹറ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിരുന്ന കാസറ്റ് സഹറയുടെ കയ്യിലായിരുന്നു വെച്ചത്. മുല്ലയും മറ്റുള്ളവരും നശിപ്പിച്ച കാസറ്റിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദൂരെ നിന്ന് മുല്ലയും മറ്റുള്ളവരും അത് നോക്കിക്കണ്ടു. അവർ വല്ലാതെ ഭയന്നു. അവരങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ജേർണലിസ്റ്റ് കാറെടുത്ത് പോയി കഴിഞ്ഞിരുന്നു. സഹറ വട്ടം നിന്ന് ജേർണലിസ്റ്റിനെതിരെ വെടിയുതിർക്കുന്നതിൽ നിന്നും അവരെ തടയുകയും ചെയ്തു. സഹറ അവരെ നോക്കി അലറി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മഹാനാണ്. നിങ്ങൾ ചെയ്ത ക്രൂരത വൈകാതെ പുറം ലോകം അറിയും. ഈ ഗ്രാമത്തെ നോക്കി അവർ കാർക്കിച്ചു തുപ്പും. ഈ അനീതിയുടെ കഥ ലോകം മുഴുവൻ അറിയും. അവർ അലറി പറഞ്ഞുകൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിലും സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു. അന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഫ്രൈദൂൻ സാഹിബ് ജാം ദ സ്റ്റോണിംഗ് ഓഫ് സൊറായ എം എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി. ഇന്റർനാഷണൽ ബെസ്റ്റ്സെല്ലറായി മാറിയ ആ പുസ്തകം ഇറാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും അവിടുത്തെ ശിക്ഷാവിധികളെക്കുറിച്ചും വലിയ രീതിയിൽ ചർച്ചകൾ സൃഷ്ടിച്ചു. ലോകം മുഴുവൻ സൊറയ്യയുടെ കഥയറിഞ്ഞു. ഇന്നും ഇസ്ലാമിക നിയമം പിന്തുടരുന്ന രാജ്യങ്ങളിൽ പലയിടത്തും സ്ത്രീകൾ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്നു. അവർ തരം താഴ്ന്നവരായി മുദ്രകുത്തപ്പെടുന്നു. നീതി അവർക്ക് അന്യമായി നിലകൊള്ളുന്നു. ഇതിനെല്ലാം മാറ്റം വരും എന്ന പ്രതീക്ഷയോടെ തുല്യതയും നീതിയും നിലനിൽക്കുന്ന ഒരു ലോകക്രമം നിലവിൽ വരുമെന്ന ആഗ്രഹത്തോടെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹൃദയഭേദകമായ ഈ ചലച്ചിത്രം നിങ്ങളെ കുറച്ചെങ്കിലും ചിന്തിപ്പിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.